അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ബീഫാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ബീഫ് ബിരിയാണി വെക്കാം. പിന്നെ കുഞ്ഞ് ഉറങ്ങുവാണ്. അപ്പോൾ അവൻ ഉണരുന്നതിന് മുമ്പായിട്ട് ഇത് സെറ്റാക്കാമെന്ന് വെച്ച് പെട്ടെന്ന് തന്നെ ഞാനൊരു 5 സവോള എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞു. അപ്പോഴത്തേക്കിന് ആശാൻ ഉണർന്നു വന്നു. പിന്നെ അവനെ വെച്ചുകൊണ്ടുള്ള പണികളാണ്. അതുകൊണ്ട് പല പല ക്ലിപ്സ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അവൻ ട്രൈപോഡ് എടുത്തുകൊണ്ട് ഓടും. പിന്നെ ഒരു 8 പച്ചമുളകും, ഇഞ്ചി 2 എണ്ണം മീഡിയം സൈസും, ഒരു മൊത്തം കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുക. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയ്ക്കകത്തുനിന്ന് ഒരു പിടി സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് ക്രഞ്ച് ചെയ്ത് എടുക്കണം. അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റേണിൻ്റെ തന്നെ ബിരിയാണി മസാലയും 1 സ്പൂൺ ഈസ്റ്റേണിൻ്റെ തന്നെ മീറ്റ് മസാലയുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രഞ്ച് ചെയ്തെടുത്തിട്ട് ആ മസാലയിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും 2 തക്കാളിക്ക് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും 2 സ്പൂൺ തൈരും വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. എന്നിട്ട് കുക്കറിലോട്ട് ഇരിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം മൊത്തം കൂടി ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും ടോട്ടൽ 6 വിസിൽ അടുപ്പിക്കുക. എന്നിട്ട് മൊത്തം ആവിയും പോയി കഴിഞ്ഞിട്ടേ നമ്മൾ തുറന്നു നോക്കത്തുള്ളൂ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അരി വെക്കാം. അതിനായിട്ട് ഒരു ചരുവ അടുപ്പയിലോട്ട് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 5 ഗ്ലാസ് അരിയാണ്, കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 10 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നാരങ്ങാനീരും പിരിഞ്ഞൊഴിച്ചു അതിലേക്ക് പുതിന ഇലയും മല്ലി ഇലയും കൂടി ഇട്ട് അടച്ച് വെക്കണം. തിളയ്ക്കുമ്പോൾ അടയ്ക്കണം. അപ്പോഴത്തേക്കിനും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ബീഫ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കിനും എൻ്റെ അരിയും റെഡി ആയിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഇട്ടാണ് ഞാൻ ദം ഇടുന്നത്. അതുകൊണ്ട് അതിനകത്തുള്ള പകുതി അരി ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കറിലിരുന്ന ബീഫ് അതുപോലെ അങ്ങ് തട്ടിയിട്ട് എല്ലാ സൈഡിലോട്ടും ഈവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബാക്കി എടുത്ത് മാറ്റി വെച്ചിരുന്ന ചോറും വെച്ച് ഒരു വെയിറ്റ് എടുത്ത് മേളി വെച്ചു. ഞാൻ എൻ്റെ ഇടികളിലാണ് ഞാൻ വെയിറ്റായിട്ട് എടുത്ത് മേളി വെക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടോടെ തന്നെ നമുക്കൊന്ന് എടുത്ത് കഴിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ബീഫൊക്കെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് പല സാധനങ്ങൾ ഇട്ടിട്ടില്ല. ഉള്ളി വറുത്തിട്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ എസൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇത് എൻ്റെ സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് സാലഡും ഒരു മുട്ട പുഴുങ്ങിയതും പപ്പടവും പിന്നെ നാരങ്ങാച്ചാറുണ്ട്. ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ അത് ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണേ. അപ്പോൾ ടാറ്റാ.